ഹായ്, ഫെൽനോസ് സീഡ്ലിങ്സിൻ്റെ ഒരു റീപോർട്ടിംഗ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ പല ആളുകളും സീഡ്ലിങ്സ് മേടിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നതാണ്, സീഡ്ലിങ്സ് മേടിച്ച് എത്ര നാളുകൊണ്ടാണ് ഫ്ലവറിങ് അല്ലെങ്കിൽ ബ്ലൂമിങ് സ്റ്റേജിലേക്ക് ആവുക എന്നുള്ളത്. നമ്മളൊരു സീഡ്ലിങ്സ് എക്സ്പെരിമെൻ്റലായിട്ട് വീഡിയോ ചെയ്തിട്ട് 5 മാസം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ചെയ്ത പ്ലാന്റ്സാണിത്. 10 പ്ലാന്റ്സോളം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഇഞ്ച് പോട്ടിലേക്കാണ് നമ്മൾ കോക്കോ ചിപ്സും സ്പാഗനം മോസും മീഡിയ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്ലാന്റ്സും ഇപ്പോൾ ബഡ്ഡിങ് സ്റ്റേജിലായി. അതുപോലെ 1ഉം 2ഉം ബഡ് വന്നിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നോർമലി ഫെർട്ടിലൈസർ ഒന്നും ചെയ്യാതെ അന്ന് പോട്ട് ചെയ്ത അതേ പടി നമ്മൾ ഫാമിൽ കീപ്പ് ചെയ്തതാണ്. ഒരു 50% ഷെയ്ഡ് നെറ്റിൻ്റെ ചുവടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. മഴ ഉള്ള സമയത്ത് ഫുള്ളായിട്ട് മഴ കൊള്ളുകയും വെയിലുള്ള സമയത്ത് 50% ഷെയ്ഡിലായതുകൊണ്ട് ലീഫിനൊന്നും പൊള്ളലില്ലാതെ പ്ലാന്റ്സ് സർവേ ചെയ്തതാണ്. അപ്പോൾ 5 മാസം കൊണ്ട് ഫെർട്ടിലൈസർ ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഫ്ലവർ ആയിട്ടുണ്ട്. നിങ്ങൾ മുകളിൽ കാണുന്ന പോലെ തന്നെ കൂടുതലായിട്ടൊന്നും നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടില്ല. ഇത് 1.5 വർഷം ഹാർഡനായിട്ടുള്ള പ്ലാന്റ്സ് റീപോർട്ട് ചെയ്തതാണ്. ഏകദേശം 5.5 ഇഞ്ച് പോട്ടിക്കാണ് ഇത് റീപോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റൂട്ട്സിലുള്ള വ്യത്യാസങ്ങളും അതിൽ സ്പൈക്ക് വരുന്ന സമയത്തും ലീഫിലൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ കാണാം. ഡയറക്റ്റ് മഴ കൊള്ളുന്ന പ്ലാന്റ്സിന് പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. ഇത് നമ്മുടെ 6 മാസമായിട്ടുള്ള ഹാർഡൻഡ് പ്ലാന്റ്സ് ആണ്. മുന്നേ നമ്മൾ പോട്ട് ചെയ്ത പ്ലാന്റ്സൊക്കെ 1.5 വർഷത്തോളം ഹാർഡൻഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ഇത് 6 മാസത്തോളം ഹാർഡൻ ആയിട്ടുള്ള പ്ലാന്റ്സുമാണിത്. എന്നിരുന്നാലും ഒട്ടുമിക്ക പ്ലാന്റ്സുകളിലും ബഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് മഴ കൊള്ളുന്ന പ്ലാന്റ്സിന് നമുക്ക് ഇതുപോലത്തെ ചേഞ്ചസ് കാണുന്നുണ്ട്. അത് പോട്ടഡ് പ്ലാന്റ്സ് ആയാലും സീഡ്ലിങ്സ് ആയാലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് സ്പൈക്ക് ചെയ്ത് കാണുന്നുണ്ട്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് സീഡ്ലിങ്സ് മേടിച്ചിട്ട് ഫ്ലവറിങ് ആവുന്നില്ല എന്നുള്ളത്. അത് എത്ര ടൈം എടുക്കും, ഫ്ലവർ വരാൻ എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ നോർമലി ഫെർട്ടിലൈസർ ഒന്നും ചെയ്യാതെ വന്നിട്ടുള്ള സ്പൈക്കാണ് ഇതെല്ലാം. അപ്പോൾ നോർമലി ടെമ്പറേച്ചർ ഡൗൺ ആയതുകൊണ്ട് മഴക്കാലത്ത് വരുന്ന പിന്നെ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സമയത്ത് നൈട്രജൻ എക്സൈറ്റ് പ്ലാന്റ്സിന് കിട്ടുന്നതുകൊണ്ടും പ്ലാന്റ്സിൻ്റെ ലീഫിലും അതുപോലെ വളർച്ചയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പറഞ്ഞാൽ ഡയറക്റ്റ് മഴ കൊണ്ട പ്ലാന്റ്സ് നമ്മൾ പെട്ടെന്ന് സ്പൈക്ക് വന്നു. അതുപോലെ കൂടുതൽ മഴ ഉറ്റി വീഴുന്ന സമയത്ത് പ്ലാന്റ്സ് ചീത്തയാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ യുവിയിലേക്ക് വെച്ച പ്ലാന്റ്സുകളാണ്. സീഡ്ലിംഗ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് 2 പ്ലാന്റ്സ് നമ്മൾ സാമ്പിൾസിന് എടുത്ത് വെച്ചിരുന്നു. അത് റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് സീഡ്ലിങ്സിലും ഫ്ലവർ സ്പൈക്ക് വന്നിട്ടുണ്ട്. സെയിം പ്ലാന്റ്സ് നമ്മളൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് മുന്നേ പോട്ട് ചെയ്ത സമയത്ത് 2 പ്ലാന്റ്സ് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള മാറ്റങ്ങൾ കാണാം. റൂട്ട്സൊക്കെ വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അതുപോലെ സ്പൈക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നല്ല ഫെർട്ടിലൈസർ കൊടുത്തിട്ട് ആണ് ഇങ്ങനെ സ്പൈക്ക് വരുന്നത്. ഒരു ഫെർട്ടിലൈസർ പോലും നമ്മളിവിടെ കൊടുത്തിട്ടില്ല. പ്ലാന്റ്സ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സാണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നത്, അതായത് നമ്മൾ വെളിച്ചം കിട്ടുന്ന ഭാഗത്ത്, നല്ല ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുക. നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പ്ലാന്റ്സിനെ കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൈക്ക് പെട്ടെന്ന് വരും. ഷെയ്ഡിലോ അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള ഭാഗത്തൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഫ്ലവർ ചെയ്യാനൊക്കെ ടെൻഡൻസി കുറവായിട്ട് കാണുന്നത്. ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് നോക്കിയാൽ അറിയാം പ്ലാന്റ്സ് എല്ലാം പുറത്തോട്ടാണ് ബഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് പ്ലാന്റ്സ് വെക്കുക.